അപ്പൊ മറ്റ് സുമോ റെസ്ലിംഗിന് എല്ലാരും റെഡിയല്ലേ? കോച്ച് പറഞ്ഞ നിയമങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്തെങ്കിലും സംശയം? മുഷ്ടി ചുരുട്ടി ഇടിക്കരുത്, എടുത്ത് ചവിട്ടി തള്ളിയിടരുത്, പുഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എടുത്ത് വെളിയിൽ കളയാം. അങ്ങനെയൊക്കെയുള്ള പിച്ചുക, നുള്ളുക, വെള്ളത്തിൽ മുക്കി വെക്കരുത്. അതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു കൈ പൊക്കുക. കൈ പൊക്കിയാല് മറ്റേ ആള് വിട്ടുകൊടുത്തേക്കുക. കാര്യം അവർക്ക് എന്തോ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഓക്കെ, ആദ്യം ആരാ ഇറങ്ങാൻ പോകുന്ന ആരാ? ക്യാപ്റ്റൻ കാർത്തിക്, തൻസീർ. ഓക്കെ, റെഡിയാണല്ലോ? ഇറങ്ങിക്കോ. തൻസീർ ഓക്കെ അല്ലേ? One, two, three, start. UCA brain UCA Tanzira adenne push it. കോച്ച് വിജയം പ്രഖ്യാപിക്കണം. കോച്ച്, അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെ വെല്ലുവിളിച്ചൊക്കെ ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ തുടങ്ങിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തീരാറായപ്പോ നോ, എന്നെ ഉപദ്രവിക്കരുത്, വേണ്ട വേണ്ട എന്ന് വിളിച്ചു. തൻസീർ പിടിക്കാൻ ചെന്നപ്പോഴേ ഏകദേശം തള്ളി അവിടെ എത്തിച്ചു. അറ്റത്തെത്തിച്ചപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ കാർത്തിക് എന്തുവാടാ രണ്ടെണ്ണം കൂടെ. പക്ഷെ രണ്ടുപേരും ഫെയർ ഗെയിം ആയിരുന്നു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. ഇനി അടുത്ത കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? ആരാ വരുന്നേ? ഓഷോ ആൻഡ് അനീഷ്. One, two, three, start! ഒരു കൈ അകലത്തിലാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തത്. അനീഷ് വളരെ വിജയകരമായി മുന്നേറുന്നുണ്ട്. ഓഷോ വിട്ടുകൊടുക്കരുത്. സ്റ്റാൻഡ് ചെയ്താൽ അതൊക്കെ അലൗഡാണ്. ഇനി വലിച്ചോണ്ട് പോണം. അവിടെ കിടക്കല്ല, കുസ്തിയല്ല ഇത്. എടുത്തോണ്ട് പോയിക്കോ. അനീഷ് കാല് പിടിച്ച് വലിച്ചോണ്ട് പോടാ. അനീഷ് എടുത്തോണ്ട് പോ. എണീക്ക് അനീഷ്. അനീഷ് എണീക്ക്. ഓഷോ എഴുന്നേക്ക്. ബ്രേക്ക്. അതാണ് കളി. എണ്ണീറ്റ് പുഷ് ചെയ്യുന്നതാണ് കളി.
തന്നെ എടുത്തോണ്ട് പോണം. വലിക്കേ. ഓഷോ പുഷ് ചെയ്ത് പുറത്ത് കളയോ. എടുത്തൊക്കെ കളയോ ഓഷോ. എനിക്കറിയാം. ഓഷോ അത്രയും സ്ട്രോങ് ആണ്. ഫിസിക്കലി ആണെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും സ്ട്രോങ് ആണ്. മാക്സിമം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയതിനു ശേഷം ആദ്യം കുറച്ച് നേരം നല്ല രീതിയിൽ ടൈറ്റായിരുന്നു. ഓഷോ വിചാരിച്ച് എന്നെ ഈസി ആയിട്ട് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഷ്ടപ്പെട്ടു. അത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ഇത് അത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഈസി ആയിട്ട് എടുത്ത് കളയുക എന്നുള്ളത് വെച്ച് ഒരു 4-5 മിനിറ്റ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. break. Start. That is wrestling mode. കളയൂ. അനീഷ് കാല് കുത്തി പുറകോട്ട് തള്ളു. Break. Start. അനീഷ് ആൻഡ് ഓഷോ ഉഗ്രൻ ഗെയിമായിരുന്നു. രണ്ടുപേരും അവരുടെ കഴിവിന്റെ പരമാവധി ഫൈറ്റ് ചെയ്തു. വെയിറ്റ് കാറ്റഗറി ഒന്നും സെയിം അല്ല. കാരണം അനീഷ് പരമാവധി ശ്രമിച്ചു എടുത്ത് കളയാനൊക്കെ. അത് നടന്നില്ല. പക്ഷെ വേറെ കാര്യമാണ്, അനീഷിന്റെ അടുത്തുനിന്ന് നമ്മൾ ഇത്രയും ശക്തമായ ഒരു പ്രതിരോധം പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം അത്രയും മനോഹരമായിട്ട് ചെയ്തു. പിന്നെ കുറച്ച് റെസ്ലിംഗിന്റെ ടാക്ടിക്സ് ഓഷോ അവിടെ കാണിച്ചു. പക്ഷെ അതിലൊന്നും അനീഷ് ശ്രമിച്ചു. ഓൾമോസ്റ്റ് പുഷ് ചെയ്ത് ഇവിടെ കളയാൻ ഇവിടെ എത്തിച്ചതാണ്. ടാക്ടിക്കലി ഡിഫെൻഡ് ചെയ്തു. ഓഷോ വാസ് ഫിസിക്കലി സുപ്പീരിയർ. ഡെഫിനറ്റ്ലി ഓഷോ അത് മാക്സിമം യൂസ് ചെയ്ത്. എന്നാലും മനോഹരമായ ഗെയിം ആയിരുന്നു. ഇത്രയും നീണ്ടുപോകുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും മനോഹരമായിട്ട് കളിച്ചു. ആൻഡ് ദ വിന്നർ ഈസ് ഓഷോ. ഓക്കെ, അടുത്ത ആളുകൾ റെഡിയാണോ? അടുത്ത ആരൊക്കെയാണ് നിങ്ങളുടെ ടീമിൽ നിന്ന് വിടുന്നു? ആരൊക്കെ? ഈ ടീം ഒന്ന് ജയിച്ചു. ക്യാപ്റ്റൻ കാർത്തികിന്റെ ടീം മസ്താനിയുടെ ടീം ഒരു ഗെയിം ജയിച്ചു. അപ്പൊ 1-1 നിൽക്കുകയാണ്. ഇതാണ് വിന്നറിനെ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഏറ്റവും നല്ല പോരാളിയാണോ റോഷൻ? ഓക്കെ, നിങ്ങളുടെ പോരാളി ആരാണ്? ഷഫീഖ്. ഓക്കെ, രണ്ടുപേരും വരൂ. 1, 2, 3. റോഷ വിളിക്കുകയാണെങ്കിൽ ഓടിച്ചേ തള്ളിയതാ. ഒറ്റ ചാട്ടം. കുഷിയടാ. വെള്ളം തെറ്റിക്കലല്ല കളി. ഇവർക്ക് കളി മാറിപ്പോയെന്ന് തോന്നുന്നു. പുഷ് പിടിച്ച് പുഷ് ചെയ്യടാ. കാല് പിടിച്ച് മാപ്പ് പറയാനല്ല റോച്ച. റോച്ച കൊണ്ടുപോ. പുഷ് ചെയ്ത് കൊണ്ടുപോ.
ഗെയിം ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് റൗണ്ട് ചെയ്ത്, കാരണം എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു ഇത് സ്റ്റാർട്ട് വിചാരിച്ച് നൈസായി തൊട്ട് പിന്നെ കാല് പിടിച്ചങ്ങോട്ട് തുടങ്ങായിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ കാലിനൊരു ചെറിയതല്ല, അപ്പം അതൊരു വീക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കാല് പിടിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ മാക്സിമം ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ നല്ല പെയിനായി. ഓക്കെ സ്റ്റാർട്ട്. പുള്ളി ഇത് കൊണ്ടുപോയാലും അപ്പുറത്ത് പോകുന്ന ആളാണ് തോക്കുന്നത്. രണ്ടുപേർ റോപ്പിന്റെ അടുത്തോട്ട് പോകുന്നതാണ് ഒരാൾ ജയിക്കാൻ എളുപ്പം. എടുത്തെടുത്ത് വൈ ഷഫീഖ്. Yes. തള്ളി ഷഫീഖ്. തള്ളേ. Yes. ഷഫീഖ്. ഷഫീഖിന് അഡ്വാൻറ്റേജ്. ഷഫീഖ്. അത്യന്തം വാശിയേറിയ സുമോ റെസ്ലിംഗ് മത്സരം കിടിലമായിരുന്നു അല്ലേ? ഞെട്ടിച്ചു. ഇവരിൽ നിന്ന് ഇങ്ങനെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എഫേർട്ട് അവർ ഇടുകയും ചെയ്തു. ഒരു പ്രകടനവും കണ്ടു. ആരെ താങ്കൾക്ക് തോന്നിയിരുന്നോ ഒരു ചില ആൾക്കാർ ജയിക്കുമെന്ന് താങ്കൾ വിചാരിച്ച ആൾക്കാർ ജയിക്കാതെ പോയിട്ടുണ്ട്? അതെ പോയിട്ടുണ്ട്. ഞാന് റോഷൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വിചാരിച്ചു. പക്ഷേ തോറ്റുപോയി. കണ്ടാൽ എളുപ്പം തോന്നും, പക്ഷെ ഭയങ്കര പ്രയാസമാണ് ഈ ചെളി കിടന്ന് ഫിസിക്കൽ എക്സർഷൻ ആവശ്യമുള്ള ഒരു ഗെയിമാണ്. അത് കഴിഞ്ഞിട്ട് അനീഷൊക്കെ പിന്നെ സ്റ്റാമിന നഷ്ടപ്പെട്ട് ശ്വാസം നഷ്ടപ്പെട്ട് 2 മണിക്കൂറോളം അവിടെ കിടക്കുന്നുണ്ട്. പുറകെ തിരുമ്മി കൊടുക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ഓൾറെഡി 2 പേര് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അതെ. റോഷന്റെ കൈക്കും അതിനിടയ്ക്ക് കാർത്തിക് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പരിക്കാളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് കെട്ടിയിരിക്കുന്നത്. ഇതിനുശേഷം എന്നെ ഒരു ഗെയിമിൽ എന്നെ നിർബന്ധിച്ച് വിടരുതെന്ന് പറയാൻ വേണ്ടി അദ്ദേഹം കെട്ടിയിരിക്കുകയാണ്. ഓൾറെഡി വയ്യ, നടക്കാനും വയ്യ കാർത്തികിന്. ക്യാപ്റ്റൻ കാർത്തിക് നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കേണ്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാമോ? രാജീവ്, അപ്പൊ നമുക്ക് റിസൾട്ടിലേക്ക് പോയാലോ? തീർച്ചയായും. ആദ്യത്തെ 2 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമനിലയായിരുന്നു, 1-1. അത് കഴിഞ്ഞിട്ട് റോഷനും ഷഫീഖും ഇറങ്ങി. അതിൽ ഷഫീഖ് പോരാടി ജയിച്ചു. ഡിസൈഡർ ആയിരുന്നു റോഷൻ, പക്ഷെ മാക്സിമം എഫേർട്ട് ഇട്ടു. ആശുപത്രിയിലുമായി. അപ്പൊ തന്നെ ഇവിടെ ജീപ്പ് റെഡിയാണ്, എടുത്തിടുന്നു, കൊണ്ടുപോകുന്നു. അങ്ങനെയാണ്. പക്ഷെ അവര് തിരിച്ചു വരും. കുഴപ്പമൊന്നുമില്ല. ബ്ലൂ ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. 2-1 സുമോ റെസ്ലിംഗ് ബ്ലൂ ടീം ജയിച്ചിരിക്കുന്നു. അപ്പോ ബ്ലൂ ടീമിന് 100 കോയിൻസ്. അപ്പൊ മഡ് സുമോ റെസ്ലിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കൗൺസിലിൽ കാണാം. ഹായ്, ഞാനിപ്പോൾ ഇരിക്കുന്ന നിസാന്റെ പുതിയ മാഗ്നൈറ്റ് കൂറോ ബ്ലാക്ക് എഡിഷനിലാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറാണ്. ഇതിന്റെ ബ്ലാക്ക് അലോയികളാണെങ്കിലും ബ്ലാക്ക് ഗ്രില്ലാണെങ്കിലും ഇതിന്റെ റൂഫ് റെയിലുകളാണെങ്കിലും സ്കിഡ് പ്ലേറ്റ്സ് ആണെങ്കിലും ഒരു ബ്ലാക്ക് ഹെഡ് ലാമ്പുകളാണെങ്കിലും എല്ലാത്തിനും ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ അട്രാക്റ്റീവ്നെസ് വളരെയധികം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ, 336 ലിറ്റർ ബൂട്ട് സ്പേസ്, 205 സെന്റിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇവയെല്ലാം ഉള്ള ഈ നിസാൻ മാഗ്നൈറ്റ് കൂറോ NCAP-യിൽ 4 സ്റ്റാർ സുരക്ഷാ റേറ്റിംഗ് ആണ് ലഭിച്ചത്. ഈ കാറാണ് നമ്മൾ അഡ്വഞ്ചർ ഷോയുടെ വിന്നർക്ക് കൊടുക്കാൻ പോകുന്ന ഈ നിസാൻ മാഗ്നൈറ്റ് കൂറോ. So wait and watch who is gonna get it. The winner of the adventure is gonna get this beautiful car. രാജീവ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മഡ് ഗെയിംസിന്റെ
ഒരു സീരീസിനകത്ത് ഒരുപാട് ആളുകൾക്ക് ഇഞ്ചുറി വന്ന് സഫർ ചെയ്ത ഒരു ഗെയിമാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഗെയിംസിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ അഗ്രസീവ് ഗെയിം, അതെ അതെ, കൂടുതൽ പേഴ്സണൽ കോൺടാക്ട് ഉള്ള ഗെയിമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക് കൂടുതലായിരുന്നു. തുടക്ക സമയത്ത് ഇത് തുടങ്ങിയത് എനിക്ക് ക്യാപ്റ്റൻ കാർത്തികായിരുന്നു തുടങ്ങിയത്. അത് ഭയങ്കര എന്തോ ഒരു ഫണ്ണി ഗെയിം പോലെ തുടക്കൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാർത്തിക്കിന് തന്നെ മനസ്സിലായത് പിന്നെ ഇത് കളി വേറെയാണ് എന്ന്. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ആ ഗെയിമിനെ ശരിക്കും സീരിയസ് ആയിട്ടാണ് എടുത്തത്. ടീം മെമ്പേഴ്സിന് എങ്ങനെ തോന്നി? എനിക്കൊരിക്കലും സീരിയസ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ഓഷോയ്ക്ക് സീരിയസ് മാത്രമേ അറിയൂ, ടാക്ടിക്സ് അറിയില്ല. എനിക്ക് ടാക്ടിക്സ് അറിയില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, ആ ടാക്ടിക്സ് അല്ല, മറ്റേ കളിയുടെ മെന്റൽ ടാക്ടിക്സ്. അതിലുണ്ടായിരുന്ന മെന്റൽ ടാക്ടിക്സ്, അതായത് ഫൺ ഗെയിം ആണെന്ന് ആദ്യം തെറ്റിദ്ധരിപ്പിക്കുക, പിന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. സുമോ റെസ്ലിംഗ് ഒരിക്കലും ഫൺ ഗെയിം അല്ല, അവിടുന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പുറത്തിരിക്കുന്നോ? ഒരു സെക്കൻഡ്, എല്ലാരും ഒന്ന് നിർത്തിക്കേ. കാർത്തിക്, നീ എന്തെങ്കിലും കോമഡി പരിപാടിക്ക് എന്താണ് വന്നിരിക്കുന്നത്? അല്ല അല്ല, പിന്നെ എനിക്ക് മനസ്സിലായല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ്. ടീം മെമ്പേഴ്സ് നിന്നോട് സംസാരിച്ചോണ്ട് ഇപ്പുറത്ത് വന്നിരിക്കണോ? അത് നീ അവരെ പരിഹസിക്കുന്നതിന് തുല്യല്ലേ? അല്ലല്ല, പിന്നെ അല്ല, അത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കണം. ചോദ്യത്തിന് ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുക്കണം. തീർച്ചയായിട്ടും. എനിക്ക് ക്യാപ്റ്റനെ ചലഞ്ച് ചെയ്യണം, കാരണം ഞാൻ ഒട്ടും ക്യാപ്റ്റനായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എന്തുകൊണ്ട്? കാരണം ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ തരിക, എല്ലാത്തിനും മുന്നിൽ നിൽക്കുക, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ നടത്തുക, ഞങ്ങൾക്ക് ഓരോ ടാറ്റിക്സ് തരിക, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും മുന്നോട്ട് വരിക എന്നുള്ളത് ഒരു ക്യാപ്റ്റന്റെ ഒരു വലിയൊരു ഉപകാരമാണ്. പക്ഷെ ഞങ്ങൾ ഓരോ ഗെയിംസിനും ക്യാപ്റ്റൻ മുന്നോട്ട് വന്ന അതിന്റെ ഓരോ എന്താണ് അതിന്റെ ടാറ്റിക്സ് എന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ടീം മെമ്പേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ടീം മെമ്പേഴ്സ് ആരൊക്കെ ഇതിനോട് യോജിക്കുന്നു? ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ഗെയിം കളിക്കാനാണ്. അതെ, അതിൽ ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാവർക്കും കൂടെ പരിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടൊരു ഗെയിമാണ്. അത് തുടക്കം തൊട്ട് അവസാനം വരെയും ഒരു ഫണ്ണ് പോലെയും തമാശ പോലെയും ഫുൾ കോമഡിയൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഒരു ഗെയിമിന് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, കാരണം നമ്മൾ 4 പേരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് പോയി ചോദിച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ചെയ്താൽ ആദ്യം നമുക്ക് പഴം പുഴുങ്ങിയതും പുട്ടും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷും ഓഷോയും തമ്മിലുള്ളതൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ പോകുന്നതാണ്. അതുമായിട്ട് നമുക്ക് ആ ഫസ്റ്റ് ഗെയിം കമ്പയർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഫണ്ണാകുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഫെയർ അല്ലേ? അതിനുവേണ്ടിയല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ദാറ്റ്സ് മൈ പോയിന്റ്. കാർത്തി എന്താ മറുപടി പറയുന്ന? അല്ല സാർ, ഞാൻ എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരത് തെറ്റായ രീതിയിലാണ് അത് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇപ്പം ആദ്യം ഓഷോ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാർക്ക് ടീമിനെ ജയിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഷോനെ തിരഞ്ഞെടുത്തത്. ഇപ്പം ഒരു വലിയ ഡിസ്കഷൻ നടന്നല്ലോ, കാരണം നമ്മുടെ ഗെയിമിന്റെ ഡിസ്കഷനിലായിരുന്നു ഒരു ടീമിന്റെ ഇന്റേണൽ ഇഷ്യൂ ആയിരുന്നു. ക്യാപ്റ്റൻ കാർത്തിക് ക്യാപ്റ്റനായി തുടരുന്നതിൽ താല്പര്യമില്ല എന്നുള്ള എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്? കൈവക്കും. ഒരു മനുഷ്യൻ പോലുമില്ല കാർത്തി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ. കാർത്തി എന്തുകൊണ്ട് ക്യാപ്റ്റനായി ഇരിക്കണം എന്ന് പിന്നെ കാർത്തിക്ക് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഇന്നത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്നില്ല. ഞാനാണ് ആദ്യത്തെ റൗണ്ട് തൻസീറുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ ഇറങ്ങിപ്പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ആരോപണം ഞാനിവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന്. ഫസ്റ്റ് ഒരു ചാലഞ്ച് ഞാനും ഓഷോയും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു 5-10 മിനിറ്റോളം ഓഷോനെ നിർത്തി മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് ഓഷോ മറന്നു പോയതാണോ എന്ന് എനിക്കറിയില്ല. 1, 2, 3, 4, 5 പേര് പറയാണ് ആസ് എ ക്യാപ്റ്റൻ ഹി ഈസ് നോട്ട് ഗുഡ്. ഡൺ. ഓക്കെ, ഗെയിമിലേക്ക് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം? അടിപൊളിയായിരുന്നു. അതുകൊണ്ട് കിട്ടിയതാണല്ലോ ഇത്. എന്താ പറ്റിയേ റോഷൻ? എന്താ പറ്റിയേ? ഇത് കഴിഞ്ഞ നമ്മുടെ കളക്ട് ചെയ്യുന്ന ഗെയിമിൽ എന്റെ കൈ കുത്തി ജമ്പ് ചെയ്തപ്പോ ഇവിടെ 2 ഭാഗത്തും ജോയിന്റിന് ഒരു ചെറിയൊരു ഇളക്കുണ്ടായത്. അപ്പൊ തന്നെ നമ്മുടെ മെഡിക്കൽ ടീം വന്നിട്ട് ഇതൊക്കെ അടിച്ചു തന്നെ, സ്പ്രേ അടിച്ചു തന്നതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കും ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ. അപ്പൊ ഈ ക്യാപ്റ്റൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ടീമിൽ ഞാൻ മുൻപ് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു സാധനം. ക്യാപ്റ്റൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ഇറങ്ങുന്ന ആൾ ആരാണോ
അയാളുടെ സ്ട്രെങ്ത് എന്താണോ അയാളെ വീക്ക് എന്താണോ അതിനനുസരിച്ച് വേണം ഇപ്പുറത്തെ ആളെ നമ്മളെ ടീമിൽ നിന്നുള്ള ആളെ ഇറക്കി വിടാൻ. ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? യെസ് ഹി ടോൾഡ് മീ കൈക്ക് എന്തോ ഒരു ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു കേട്ടോ. ഒറ്റ പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം. ഒരു കാര്യം. എന്നെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത്. ഞാൻ പറയുന്ന മൊത്തം കേട്ടു. ഞാൻ സംസാരിക്കുമ്പോൾ ഐ നീഡ് റെസ്പെക്ട്. എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കൈക്ക് ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന്. സോ ഐ സെഡ് ഇങ്ങനെ ഷെഫീഖാണ് ചെയ്യുന്നത്. ഹീസ് ഓൾസോ വയ്യാണ്ടിരിക്കുവാണ്. സോ നിങ്ങൾ രണ്ടുപേരും ചെയ്തു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല. വി കാൻ സെൻഡ് എനിബഡി എൽസ് ഓപ്പോണന്റ് ആയിട്ട് ഷെഫീഖിന്. ആൻഡ് ഐ വാസ് ഓൾസോ എനിക്ക് വയ്യാണ്ടിരിക്കുവായിരുന്നു. സോ ഐ സെഡ് വേറെ ആരും ഇല്ല. ഈ മാറ്റർ ആക്ച്വലി ഞങ്ങളെയാണോ കൺവിൻസ് ചെയ്യേണ്ടത് റോഷനാണ്? ഇത് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് കേട്ടിട്ടുള്ളതാണ്. റോഷനോട് പറയും. ഹീസ് നെവർ ഗോണ അഗ്രി ടു വാട്ട് ഹി സെഡ്. ചെയ്ത കാര്യങ്ങളോടോ പറഞ്ഞ കാര്യങ്ങളോടോ അഗ്രി ചെയ്യാത്തൊരു മനുഷ്യനാണ് റോഷൻ. ഇന്ന് വരെ ഞാൻ കണ്ടതിൽ വെച്ച് ഈ ടീം മെമ്പേഴ്സിന് ആർക്കും ഈ റോഷൻ എന്നുള്ള ക്യാരക്ടർ ഈവൻ വി ഹാവ് പേഴ്സണലി ടീം മെമ്പേഴ്സിനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കരുതിക്കൂട്ടി തോക്കുന്ന പോലെ ഞാൻ മുന്നേ പറഞ്ഞു. ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കളിച്ച ഗെയിമിൽ നീ ഫൗളാണ് കാണിച്ചത്. ഞാൻ ഫൗള് കാണിച്ചല്ല, ഞാൻ ചെയ്യുന്നത് 5 പോയിന്റ് ഞങ്ങൾ പോയിന്റ് ക്യാപ്റ്റൻ കാരനാണ് ഇപ്പൊ ആ പോയിന്റ് ഞാനൊരു ബലിയാട അല്ല ഡിസ്കസ് ചെയ്തപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടല്ലേ നിങ്ങള് വിളിച്ച ബാഡ് വേർഡ്സ് അത് ശരിയല്ല. അല്ലല്ല അവസാനം ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല. അല്ല, അതിലൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം 3 പേരുടെ കളിച്ച ഗെയിമാണ്. ശരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ ഈ സംസാരിച്ചതിൽ ഈ ക്യാപ്റ്റനും ഫവാസും പിന്നെ അവര് തമ്മിൽ ഒരു ടീം ഓഫ് ദ ട്രാക്ക് പോയി നിങ്ങളൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. റോഷനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അതുള്ളൂ. അല്ല അവരൊന്നിച്ചാണല്ലോ പറഞ്ഞത്. ഒരാൾക്ക് വീക്ക് പോയിന്റ് പറഞ്ഞതാണ് കാലിന് ഇഞ്ചുറി ഉള്ള ആളെ കൂടെ കയ്യിലുള്ള ഇഞ്ചുറി. നിങ്ങൾ ഈ കാണിച്ച അഗ്രഷൻ മുഴുവൻ നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി വിട്ടു എന്നാണ് നിങ്ങൾ എവിടം വരെ പോകുമെന്നുള്ളത്. കാരണം എന്താണെന്നറിയാമോ, ഫ്രം ദ ബിഗിനിങ് മസ്താനിയും ഫവാസും ഒരു ടീമായിട്ട് ഒരു അറ്റാക്ക് നടത്തുന്ന പോലെ കോച്ചിന് തോന്നിയില്ലേ? ക്രോസ് ദ ലിമിറ്റ്. പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ റോഷനോട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല. പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ച സംഭവത്തിനും പറഞ്ഞ സംഭവത്തിനും ഐ ആം ആസ്കിങ് യു സോറി. അല്ല, ബാക്കി 3 മെമ്പേഴ്സ് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇവര് തമ്മിലൊരു ഗ്രൂപ്പ് കളി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് എനിക്ക് അവരോട് യോജിക്കാൻ പറ്റില്ല. കാരണം ഇവർ 3 പേരുടെ കളിച്ച ഗെയിമാണ്. അതിൽ ഇവർ 2 പേരും മാത്രം കളിച്ചുകൊണ്ടാണ് ജയിച്ചതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തില് മസ്താനി എന്ന ക്യാപ്റ്റനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കൈവക്കുകയെ ചലഞ്ച് ചെയ്യുന്ന ആരെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ആരൊക്കെ കൈവക്കും? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ യോജിക്കുന്നില്ല. ഞാൻ ചലഞ്ച് ചെയ്യാം ക്യാപ്റ്റൻ. 4 പേര് മസ്താനിക്കെതിരായിട്ടാണ്. ഇനി അനീഷും ഓഷോയും തമ്മിലുള്ള മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇത്രയും ചെയ്തതിൽ വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫെയർ ഗെയിം ആയിരുന്നു, നല്ല ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ ടീമിന് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ ജയിക്കുന്നുള്ളത്. എനിക്ക് ആ പ്രതീക്ഷ വിടാണ്ട് അത് ജയിക്കാനും പറ്റിയാലും വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ഫിസിക്കലി ഓഷോ നല്ല ട്രെയിൻഡ് ആണ്. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കുറവൊന്നുമല്ല, എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഓഷോന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഗെയിമാണ്, ചലഞ്ചാണ്, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് ആ ഗെയിം കണ്ടപ്പോ തോന്നിയത്, ഞാൻ വിചാരിച്ച ഭയങ്കര ഈസി ആയിട്ട് അനീഷിനെ എടുത്ത് പുറത്ത് കളയും. ഒരിക്കലുമില്ല. അയ്യോ, അനീഷിനെ എനിക്ക് തോന്നിയതാണ്. പക്ഷെ അനീഷ് ആയിരുന്നു ആക്ച്വലി ഏതാണ്ട് ഒരു 80% ഓഫ് ടൈം അനീഷ് അഡ്വാൻസ് ചെയ്ത് വളരെ നന്നായിട്ട് ഭയങ്കര ഉഗ്രനായിട്ട് കളിച്ചു. റെസ്ലിംഗ് മോഡ് കളയൂ
അനീഷിന്റെ സ്ട്രെങ്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തായിരുന്നോ? അതുകൊണ്ടായിരിക്കും നമ്മള്. ഓക്കെ, അപ്പം പിന്നെ ഇപ്രാവശ്യം ഇതിനകത്ത് ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ വിൻ കിട്ടിയത്? ഞങ്ങൾക്കായിരുന്നു. ഈ സൈഡാണ്. ഞങ്ങൾക്കായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് വെച്ചിട്ട് യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് പിന്നെ എവറി ടാസ്കിൽ 100 കോയിൻസ് ആണല്ലോ. ഒരു 150 കോയിൻസ് തരും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തരത്തില്ല. കാരണം ആസ് യൂഷ്വൽ, കാരണം അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല. 100 കോയിൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ മഡ് സുമോ റെസ്ലിംഗ് ആയിരുന്നു. എല്ലാവരും അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടീം ജയിച്ചത്. അവരെല്ലാം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എൻ്റെ ടീമിലെ ഒരു മെമ്പറിന് പോലും എന്നെ വിശ്വാസമില്ല. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാണാതെ മോശം കാര്യങ്ങൾ മാത്രം കണ്ട് നല്ലതിനെ പോലും വളച്ചൊടിച്ച് മോശമാക്കി ഇവിടെ ചിത്രീകരിച്ച് എന്നെ ചാലഞ്ച് ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ തീരുമാനത്തിന് മാത്രമേ ഏറ്റവും വലുതായിട്ട് കാണുന്നുള്ളൂ. ആ 100 കോയിനും ഞാൻ എനിക്ക് തന്നെ തരികയാണ്. I second കാർത്തിക്. താങ്ക് യു. കാര്യം സ്ട്രാറ്റജി അടിപൊളിയായിരുന്നു. ഇത് മൊത്തത്തിൽ മറ്റേ ഗെയിമിന്റെ പോക്കിനെ തന്നെ, ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഡിസിഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഗോയിങ് വെരി നൈസ്. അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ ഇനിയും ഉണ്ടാകട്ടെ. അടുത്ത ഗെയിമിൽ വീണ്ടും കാണാം. ബൈ ബൈ.